പാകിസ്ഥാനിൽ ഇന്ന് അടിയന്തര യോഗമുണ്ടായിരുന്നു. അതിനുശേഷം ഡിഫൻസ് മിനിസ്റ്റർ ആണവായുധത്തിന്റെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തമായതാണ്, ഇന്നലെ കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പരമ്പരാഗത യുദ്ധം ചെയ്യാനുള്ള സകല ശേഷിയും ഇന്ത്യ അവസാനിപ്പിച്ചു എന്ന്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ കൃത്യമായും പറഞ്ഞു, 3:35 പാകിസ്ഥാന്റെ DGMO ഇന്ത്യയെ വിളിക്കുകയാണ്. വിക്രം മിശ്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വേറെ വഴിയില്ലെന്നേ, ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനായിട്ട് ഇനി ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല. അമ്മാതിരി തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. അവരുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു. അവരുടെ രാജ്യത്തുണ്ടായിരുന്ന മിലിറ്ററി ബേസുകളും എയർ ബേസുകളും അടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ തകർത്തു. അവരുടെ ഡ്രോൺ ശേഷി അടക്കം സകലതും ഇല്ലാതായിരിക്കുന്നു. ഇനി ഇന്ത്യയുമായിട്ട് ഒരു പരമ്പരാഗത യുദ്ധം എന്ന് വെച്ചാൽ ആണവായുധം ഇല്ലാത്തൊരു യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് കഴിയില്ല. ആ ഘട്ടത്തിലാണ് അമേരിക്കയോട് പാകിസ്ഥാൻ കാല് പിടിച്ച് അപേക്ഷിച്ചത് എന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് നമ്മുടെ ഡിഫൻസ് വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്തുമാത്രം നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന്. അത്രയും വലിയ ആക്രമണങ്ങൾ, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് കാണണം എന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ പോയാൽ മതി. പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്ന വീഡിയോകളിൽ വ്യക്തമാണ്. പാകിസ്ഥാനെ തകർത്തെറിഞ്ഞതിൽ S-400 മാത്രമല്ല, ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും ഒക്കെ വലിയ പങ്കുണ്ട്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെല്ലാം തകർത്തെറിഞ്ഞതിൽ വലിയൊരു പങ്ക് വഹിച്ചത്. S-400 എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ്. നമുക്ക് സാധാരണ ചെറിയ ഡ്രോണുകൾക്കെതിരെയും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ത്രെട്ടുകൾക്കെതിരെയും അത് ഉപയോഗിക്കാൻ കഴിയില്ല. ആ ഒരു സിസ്റ്റം നമുക്ക് വലിയ ത്രെട്ടുകൾക്കെതിരെ ഉപയോഗിക്കാനുള്ളതാണ്. അത്തരത്തിൽ വന്ന ത്രെട്ടുകളെല്ലാം തന്നെ നമ്മൾ ആ വിധത്തിൽ അടിച്ച് തകർത്തതിൽ S-400 ഒരു വലിയ പങ്കുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ തദ്ദേശീയമായി ഉണ്ടാക്കി വെച്ച നമ്മുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അടക്കമുള്ള നമ്മുടെ സ്വന്തം ഡിഫൻസ് സിസ്റ്റങ്ങൾ വഹിച്ച പങ്ക് വളരെ പ്രശംസനീയമാണ്. കാരണം ഇത്രയും എഫക്റ്റീവായിട്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് 400-500 ഡ്രോണുകളെ അടക്കമാണ് പാകിസ്ഥാൻ അയച്ചത്. അവയെല്ലാം തന്നെ നമ്മൾ തകർത്തെറിഞ്ഞു. പാകിസ്ഥാൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രോണുകളെല്ലാം 1-2 ദിവസം കൊണ്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാനുണ്ടായത്. കാരണം മാസമായിട്ടൊരു അറ്റാക്ക് ഇന്ത്യയിൽ ഉണ്ടാവണമെന്നും ആ അറ്റാക്ക് ലോകം മുഴുവൻ കാണണമെന്നും അവർ ആഗ്രഹിച്ചു. പക്ഷെ അവരുടേത് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. ഇനി ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിയില്ല. പരമാവധി അവർക്ക് കുറച്ച് ദിവസം കൂടി അതിർത്തിയിൽ LOCയിൽ അവർക്ക് ഷെല്ലുകൾ ഉപയോഗിക്കാൻ പറ്റും. കുറെ കയ്യിലുള്ള കുറച്ച് ഡ്രോണുകൾ കൂടി ഉപയോഗിക്കാൻ പറ്റും. അതും കൂടി തീർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഇനി ഇന്ത്യയുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സർവനാശം തങ്ങൾക്ക് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടിയിട്ടുണ്ടാകണം. ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇന്ത്യ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു, ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇനി പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ചെയ്താൽ അത് അന്തിമ യുദ്ധമായിരിക്കും. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ പല കഷ്ണങ്ങളാകും. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും. പക്ഷെ അങ്ങനെ ഒരു യുദ്ധം നമ്മൾ ചെയ്യുമ്പോൾ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് 2047 വികസിത രാഷ്ട്രമാകണമെന്നുള്ള നമ്മുടെ സ്വപ്നം ചിലപ്പോൾ 10, 20, 30 വർഷം കൂടെ നീണ്ടുപോകാം. 2060, 70 ആയാൽ മാത്രമേ സാധിക്കൂ. കാരണം ഒരു യുദ്ധം നമുക്ക് അത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. കാരണം ഡിഫൻസ് ബഡ്ജറ്റ് അത്രത്തോളം നമ്മൾ ഉയർത്തേണ്ടി വരും. പാകിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ, നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ചൈന ഇരിപ്പുണ്ട് ഇങ്ങോട്ട് വരാൻ. അപ്പൊ അവരെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങളും നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ ഒന്നും അത്ര എളുപ്പമല്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് വീണ്ടും 10, 20, 30 വർഷം പുറകിലേക്ക് പോകാം. ഏതൊരു രാജ്യത്തിന്റെയും കരുത്തെന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഒരു വഴിയും ഇല്ലാതെ വന്നാൽ, യുദ്ധമല്ലാതെ ഒരു വഴിയും ഇല്ലാതെ വന്നാൽ ഇന്ത്യ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ സൈന്യവും പറയുന്നത്. നമ്മൾ റെഡിയാണ്. ഇനി ഒരു വഴിയുമില്ല, യുദ്ധമെങ്കിൽ യുദ്ധം. പാകിസ്ഥാനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും, അതിന് തയ്യാറാണ്. അത് കാരണം ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നവും നമ്മൾ നേരിടുകയും ചെയ്യും. പക്ഷേ പരമാവധി യുദ്ധമില്ലാതെ പോകാൻ തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ വലിയ ഒരു ഫ്യൂച്ചർ ഉണ്ട്, വലിയ ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതെല്ലാം കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുള്ള ചിലരുണ്ട്. ഇപ്പോൾ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ ഒന്ന് തകർന്നു കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ ഒരു യുദ്ധത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടുന്നത് ചൈനയ്ക്കാണ്. ആയുധ കച്ചവടം ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലേക്ക് വരുന്ന ബിസിനസ്സുകാരുടെ എണ്ണം കുറയും. അവരെല്ലാം ചൈനയെ തന്നെ പിടിച്ചു നിൽക്കും. അമേരിക്കയ്ക്ക് വേറെ ചോയ്സ് ഇല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ തകർക്കണമെങ്കിൽ പകരം ഇന്ത്യയുമായി കൂട്ടുകൂടിയേ പറ്റൂ.
അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയെങ്കിൽ മാത്രമേ ചൈനയുടെ മേലുള്ള ആശ്രയത്വം നമുക്ക് കുറയ്ക്കാനായി പറ്റുള്ളൂ, അമേരിക്കയ്ക്ക് ഉൾപ്പെടെ. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ. ഇന്ത്യ ആഞ്ഞൊന്ന് ശ്രമിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഫ്യൂസ് ഊരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രോണുകൾ, ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ ഡ്രോണുകൾക്ക് മാരകമായ ആക്രമണം നടത്താൻ കഴിയുമെന്നതൊരു പുതിയ കാഴ്ച തന്നെയാണ്. ഇന്ത്യൻ ഡ്രോണുകൾ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. നമ്മളെ മാത്രമല്ലെന്നേ, ലോകത്തെ തന്നെ. തുർക്കിയും ചൈനയും ഉൾപ്പെടെ ഡ്രോൺ നിർമ്മാണത്തിൽ മുൻപന്തിയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പല രാജ്യങ്ങളെയും ഇന്ത്യൻ ഡ്രോണുകൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഡ്രോണുകൾ മാരക പ്രകരശേഷിയുള്ളവയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ളവയുമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകൾ, പാകിസ്ഥാന് ഭീമമായ നഷ്ടം നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വരുത്തിയിട്ടുണ്ട്. അതിഭീമമായ നഷ്ടം. എല്ലാം കൊണ്ടും പാകിസ്ഥാന് 2 ദിവസം ഉണ്ടായ നഷ്ടം നികത്താൻ തന്നെ ഇനി ചിലപ്പോൾ അവർക്ക് വർഷങ്ങൾ വേണ്ടിവരും. അവരുടെ അടിസ്ഥാന സൗകര്യം, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കാര്യമായ നഷ്ടം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലാഹോറിലാണെങ്കിലും ശരി, ഇസ്ലാമാബാദിലാണെങ്കിലും ശരി, കറാച്ചിയിലാണെങ്കിലും ശരി, അതിമാരകമായ ആക്രമണം നടത്തിയാണ് ഇന്ത്യ പാകിസ്ഥാന് ഓരോ ഘട്ടത്തിലും മറുപടി നൽകിയത്. എന്തായാലും ഒടുവിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ ഏറ്റവും അധികം ആവശ്യം പാകിസ്ഥാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അമേരിക്കയുടെ കാല് പിടിച്ചു. ഇന്ത്യയുടെ മുമ്പിൽ തത്വത്തിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.